എല്ലാവർക്കും നമസ്കാരം. അധികാരം 104 ഉഴവ് കൃഷി. കുലസമുദ്ധരണത്തിൻ്റെ കാര്യത്തിൽ അടിസ്ഥാനപരമായ പ്രാധാന്യമാണ് കൃഷിക്കുള്ളത്. ആ നിലയ്ക്ക് കഴിഞ്ഞ അധികാരത്തിൻ്റെ ഈ തുടർച്ചയായിട്ട് ഇത് പറഞ്ഞിരിക്കുന്നത് ശ്രദ്ധിക്കുക. ആദ്യത്തെ കുറിൽ നോക്കാം. ചുഴൻറ്റും ഏർപ്പിന്നതുലകം അതനാൽ ഉഴന്തും ഉഴവേ തലൈ. ചുഴൻറ്റും ഏർപ്പിന്നതുലകം അതനാൽ ഉഴന്തും ഉഴവേ തലൈ. കലപ്പയ്ക്കു പിന്നാലെ ഉലകം, കൃഷിത്തൊഴിൽ കഠിനമാണെങ്കിലും കാമ്യം. കലപ്പയ്ക്കു പിന്നാലെ ഉലകം, കൃഷിത്തൊഴിൽ കഠിനമാണെങ്കിലും കാമ്യം. ഉലകം എന്ന് പറഞ്ഞാൽ ഈ ജനങ്ങളാണ് ഉദ്ദേശിക്കുന്നത്, ലോകം. ചുഴൻറ്റും കൃഷിപ്പണിയിൽ ഏർപ്പെടുമ്പോഴുണ്ടാകുന്ന കായികാധ്വാനവും മറ്റും ഒഴിവാക്കാൻ വേണ്ടിയിട്ട് മറ്റു തൊഴിലുകളിൽ വ്യാപരിക്കുന്നുണ്ടെങ്കിലും ഏർപ്പിന്നത് കലപ്പയേന്തുന്നവരെ തന്നെ ആശ്രയിക്കുന്നു. അതനാൽ അതുകൊണ്ട് ഉഴന്തും എല്ലാ വിഷമതകളും സഹിച്ചിട്ടായാലും തലൈ ശ്രേഷ്ഠമായ തൊഴിൽ ഉഴവേ കൃഷി മാത്രമാണ്. എല്ലാ ആളുകളും കൃഷിത്തൊഴിൽ ചെയ്യുന്നവരല്ല. യുക്തം പോലെ അവർ തങ്ങൾക്ക് പറ്റുന്ന ഓരോ തൊഴിലിൽ വ്യാപൃതരാകുന്നു. എന്നാലും അവർ ഏവർക്കും കാർഷിക വിഭവങ്ങളെ ആശ്രയിച്ചേ പറ്റൂ. അങ്ങനെ അവസാനം എല്ലാ പേരാലും ആശ്രയിക്കപ്പെടുന്ന കാർഷിക വൃത്തി ചെയ്യുവാൻ പ്രയാസമുള്ളതാണെങ്കിലും അതുതന്നെയാണ് ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള തൊഴിൽ. ഇതിൽ പറയുന്നത് എന്താ വെച്ചാൽ, ഈ ലോകത്ത് എല്ലാവരും കൃഷി എന്നുള്ള തൊഴിലല്ല ചെയ്യണത്. ഓരോരുത്തരും അവരവരുടെ യുക്തം പോലെ മറ്റു തൊഴിലുകളിലും വ്യാപൃതരാകുന്നുണ്ട്. എന്നാലും എല്ലാവർക്കും ആശ്രയിക്കേണ്ടി വരുന്നത് ഈ കാർഷിക വിഭവങ്ങളെയാണ്. അങ്ങനെ അവസാനം എല്ലാ പേരാലും ആശ്രയിക്കപ്പെടുന്ന ഈ തൊഴിൽ, ഈ കാർഷിക വൃത്തി, അത് ചെയ്യാൻ പ്രയാസമുണ്ടായിരിക്കാം, എന്നാലും ഏറ്റവും ശ്രേഷ്ഠം തന്നെയാണ് എന്നാണ് പറയുന്നത്. ഉഴുവാർ ഉലകത്താർ കാണി യക്താറ്റാതെഴുവാരൈ എല്ലാം പൊറുത്തു. ഉഴുവാർ ഉലകത്താർ കാണി യക്താറ്റാതെഴുവാരൈ എല്ലാം പൊറുത്തു. കർഷകരെ ലോകത്തിനച്ചാണി മറ്റുള്ള സകലർക്കും താങ്ങാക മൂലം. കർഷകരെ ലോകത്തിനച്ചാണി മറ്റുള്ള സകലർക്കും താങ്ങാക മൂലം. ഉഴുവാർ എന്ന് പറഞ്ഞാൽ കൃഷിവലന്മാർ. അക്താറ്റാതോ ആ ഉഴവും കൃഷിയും നടത്താതെ എഴുവാരെയെല്ലാം അന്യ തൊഴിലുകളിലൊക്കെ ഏർപ്പെട്ട് വാഴുന്നവരെയെല്ലാം പുറത്ത് സംരക്ഷിച്ച്. ഉലകത്താർക്ക് ലോകത്തിലുള്ളവർക്കെല്ലാം ആണി അച്ചാണിയാവുന്നത്. അതിൽ ഉദ്ദേശിക്കുന്ന ജനജീവിതമാകുന്ന തേരിനെ മുന്നോട്ട് പോകുവാൻ കൃഷിവലന്മാരാകുന്ന അച്ചാണിയുടെ ബലം അത്യാവശ്യമാണ്. കൃഷിവലന്മാർ തന്നെയാണ് മറ്റെല്ലാ ജനങ്ങളെയും പോറ്റുന്നത്. അതുകൊണ്ട് മുമ്പോട്ട് പോകുന്ന ഈ ലോകമാകുന്ന തേരിനെ അച്ചാണിയാവുന്നത് കൃഷിവലന്മാർ തന്നെ. കാർഷിക വൃത്തിയുടെ പ്രാധാന്യമാണ് ഇവിടെ ഊന്നി പറയുന്നത്. ഉഴുതുണ്ടു വാഴ്വാരെ വാഴ്വാർ മറ്റെല്ലാം തൊഴുതുണ്ടു പിൻചെൽ പവർ. ഉഴുതുണ്ടു വാഴ്വാരെ വാഴ്വാർ മറ്റെല്ലാം തൊഴുതുണ്ടു പിൻചെൽ പവർ. ഉഴുതുണ്ടു വാഴ്വോരെ വാഴുവോർ മറ്റെല്ലാം തൊഴുതുണ്ടു പിൻചെല്ലുവോർ. ഉഴുതുണ്ടു വാഴ്വോരെ വാഴുവോർ മറ്റെല്ലാം തൊഴുതുണ്ടു പിൻചെല്ലുവോർ. ഉഴുത് എന്ന് പറഞ്ഞാൽ കൃഷി ചെയ്ത്, ഉണ്ട് എന്ന് പറഞ്ഞാൽ അതിൽ നിന്ന് താനും വിശപ്പടക്കിയിട്ട്. വാഴ്വാരെ വാഴുന്നവർ മാത്രമേ, വാഴ്വാർ യഥാർത്ഥത്തിൽ ജീവിക്കുന്നുള്ളൂ. മറ്റെല്ലാം എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരെല്ലാം. തൊഴുതു എന്ന് പറഞ്ഞാൽ നിത്യവൃത്തിക്കും നിലനിൽപ്പിനൊക്കെ വേണ്ടി ഓരോരുത്തരെ തൊഴുത്. ഉണ്ട് എന്ന് പറഞ്ഞാൽ അതിൽ നിന്ന് വല്ലതും നേടി ഭക്ഷണം കഴിച്ച്. പിൻചെൽ പവർ അവരുടെ പിന്നാലെ നടക്കുന്നവർ മാത്രമാണ്. കാർഷിക വൃത്തിയുടെ മാന്യതയും കൃഷിവലന്മാരുടെ സ്വയം പര്യാപ്തതയും ഇവിടെ എടുത്തു പറയണം. യഥാർത്ഥത്തിൽ അന്തസ്സോടെ ജീവിക്കുന്ന ഒരൊറ്റ വിഭാഗമേ ഈ ലോകത്തിലുള്ളൂ. ഉഴുതു ജീവിക്കുന്ന കൃഷിക്കാർ. തങ്ങൾക്കും അന്യർക്കും വേണ്ട ഭക്ഷണം അവർ ഉണ്ടാക്കുന്നു. ധാന്യങ്ങൾ അവരാണ് ഉണ്ടാക്കുന്നത്. അതാണ് എല്ലാവരും കഴിക്കുന്നത്. മറ്റു തൊഴിലിൽ ഏർപ്പെട്ടിരിക്കുന്നവരുടെ കഥ അതല്ല. അവർ സ്വന്തം കാര്യസാധ്യത്തിനും നിലനിൽപ്പിനും വേണ്ടി മറ്റുള്ളവരെ തൊഴുതു ജീവിക്കുന്നു. അവരുടെ ഭക്ഷണം അങ്ങനെയാണ് അവർ നേടുന്നത്. വീണ്ടും അവർ അന്യരുടെ പിറകെ തന്നെ നടക്കാൻ വിധിക്കപ്പെട്ടവരാകുന്നു. കൃഷിവലന്മാരാണ് യഥാർത്ഥത്തിൽ ജീവിക്കുന്നത്. അവരുടെ മുന്നിൽ മറ്റുള്ളവരുടെ ജീവിതം എത്രയോ അപഹാസ്യം എന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ വീണ്ടും കാർഷിക വൃത്തിയുടെ മാന്യതയും കുലീനതയൊക്കെ സ്വയം പര്യാപ്തതയൊക്കെ എടുത്ത് പറയണം.
മുനി. യഥാർത്ഥത്തിൽ അന്തസ്സോടെ ജീവിക്കുന്ന ഒരൊറ്റ വിഭാഗമേ ഉള്ളൂ എന്നാണ് പറയുന്നത്. അതാണ് കർഷകരാണ്. അവർ സ്വയം കഴിക്കാനും അന്യർക്കും വേണ്ടിയുള്ള ധാന്യങ്ങൾ ഉണ്ടാക്കുന്നു. മറ്റുള്ളവരങ്ങനെയല്ല. അവരുടെ കാര്യസാധ്യത്തിന് നിലനിൽപ്പിനൊക്കെ വേണ്ടിയിട്ട് വേറെ പണക്കാരുടെയൊക്കെ പിന്നാലെ പോവേണ്ടി വരുന്നു. അവരെ തൊഴുത് ജീവിക്കുന്നു. അങ്ങനെ അതിൽ നിന്ന് കിട്ടുന്ന വരുമാനം കൊണ്ട് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നു. അപ്പോഴും ഈ കർഷകരെ ധാന്യങ്ങൾക്ക് വേണ്ടി ആശ്രയിക്കുന്നു. അപ്പോൾ അങ്ങനെയൊക്കെ നോക്കുമ്പോൾ കൃഷിവലന്മാരാണ് യഥാർത്ഥത്തിൽ ജീവിക്കുന്നത്. അവരുടെ മുന്നിൽ മറ്റുള്ള തൊഴിലുകൾ ഒന്നും അത്രത്തോളം മാന്യത കുലീനതയുള്ളതല്ല എന്നാണ് കവി ഉദ്ദേശിക്കുന്നത്. പലകുടൈ നീഴലും തങ്കുടൈ കീഴ് കാൺപാർ അലകുടൈ നീഴലവർ. പലകുടൈ നീഴലും തങ്കുടൈ കീഴ് കാൺപാർ അലകുടൈ നീഴലവർ. പല കുടകൾ തൻ നിഴൽ തൻകുടക്കീഴ് നിൽപ്പതറിവു സമൃദ്ധ കർഷകന്മാർ. പല കുടകൾ തൻ നിഴൽ തൻകുടക്കീഴ് നിൽപ്പതറിവു സമൃദ്ധ കർഷകന്മാർ. അലകുടൈ എന്ന് പറഞ്ഞാൽ ധാന്യസഞ്ചയത്തിന്, നെല്ലിൻ്റെ കൂനകൾക്ക് അധിപരായ, നീഴലവർ എന്ന് പറഞ്ഞാൽ ആസ്തിയുള്ളവർ, കൃഷിക്കാർ. പല കുടൈ നീഴലും എന്ന് പറഞ്ഞാൽ മറ്റു പല രാജാക്കന്മാരുടെയും കുടകളുടെ നിഴൽ. തങ്കുടൈക്കീഴ് എന്ന് പറഞ്ഞാൽ തങ്ങളുടെ രാജാവിൻ്റെ കുടക്കീഴിൽ കാൺബർ കാണും. സമൃദ്ധമായ നെൽക്കൂനകൾക്ക് അധിപരായ കൃഷിക്കാർ പല രാജാക്കന്മാരുടെയും കുടകൾ സ്വന്തം രാജാവിൻ്റെ വെൺകൊറ്റക്കുടയെ ആശ്രയിക്കുന്നത് കാണുന്നു. സമ്പന്നരായ കൃഷിവലന്മാരും സമൃദ്ധമായ കാർഷിക വിഭവങ്ങളുമുള്ള ഒരു രാജ്യത്തെ മറ്റ് രാജ്യങ്ങളെല്ലാം ആശ്രയിക്കും. അതാണ് പറയുന്നത്. സമൃദ്ധമായിട്ടുള്ള നെൽക്കൂനകൾ, ധാന്യക്കൂനകൾ ഉള്ള അതിനൊക്കെ ഉടമസ്ഥരായ കൃഷിക്കാർ അവർ കാണുന്നത് എന്താ? പല രാജാക്കന്മാരുടെയും കുടകൾ സ്വന്തം രാജാവിൻ്റെ വെൺകൊറ്റക്കുടയെ ആശ്രയിക്കുന്നു എന്ന് വെച്ചാൽ ഈ കൃഷിക്കാർ ഇത്രയധികം ധാന്യങ്ങൾ ഉണ്ടാക്കുന്നത് കൊണ്ട് തന്നെ മറ്റു രാജ്യങ്ങൾ ധാന്യങ്ങളുടെ ആവശ്യത്തിന് ഈ രാജാവിനെ അന്നത്തെ രാജഭരണകാലത്താണല്ലോ, അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. ഈ രാജാവിനെ ആശ്രയിക്കുന്നത് ഈ കർഷകർക്ക് കാണാൻ സാധിക്കും എന്നാണ് പറയുന്നത്. ഇരവാർ ഇരപ്പാർ കൊണ്ടീവർ കരവാതു കൈ ചെയ്തൂൺ മാലയ്യവർ. ഇരവാർ ഇരപ്പാർ കൊണ്ടീവർ കരവാതു കൈ ചെയ്തൂൺ മാലയ്യവർ. അർത്ഥികൾ കേകിടും യാചിക്കുകില്ലെന്നും അധ്വാനിച്ചുണ്ണും കൃഷിക്കാർ. അർത്ഥികൾ കേകിടും യാചിക്കുകില്ല എന്നും അധ്വാനിച്ചുണ്ണും കൃഷിക്കാർ. കൈ എന്ന് പറഞ്ഞാൽ തൻ്റെ കൈകളെ കൊണ്ട് ചെയ്ത് അധ്വാനിച്ച്, ഊൺ മാലയവർ ഉണ്ണുക എന്നത് വ്രതമാക്കിയിട്ടുള്ള കൃഷിവലന്മാർ. ഇരവാർ എന്ന് പറഞ്ഞാൽ യാചിക്കുന്നില്ല, ഒൻരു അന്യർക്ക് വേണ്ടതായ വസ്തു, കരവാതു ഒളിക്കാതെ, ഈവർ ദാനമായി നൽകുകയും ചെയ്യും. യാതൊരു വിധത്തിലുള്ള പരാശ്രയവും കൂടാതെ സ്വന്തം കൈകളെ കൊണ്ട് കഠിനമായി അധ്വാനിച്ചുണ്ണുന്ന കൃഷിക്കാരനെ ഒരിക്കലും ഒന്നും യാചിക്കേണ്ടതായി വരുന്നില്ല. തന്നോട് യാചിക്കുന്നവർക്കാകട്ടെ സമൃദ്ധമായി ദാനം ചെയ്യുവാനും അയാൾക്ക് സാധിക്കുന്നു എന്നാണ് പറയുന്നത്. ആ കാലഘട്ടത്തിലെ ജീവിതം ഇന്നത്തെ ഒരു രീതിയിലുള്ളതല്ല. അവർക്ക് സാധാരണ ജീവിതം ഇന്നത്തെ പോലെ ടെക്നോളജി അതിന് അനുബന്ധമായിട്ടുള്ള പുരോഗമനത്തിൻ്റെ ഓരോ എന്താ പറയുക ഉപഭോഗ വസ്തുക്കളോ അങ്ങനത്തെ ഒന്നും അന്നത്തെ കാലത്ത് ഉണ്ടായിരുന്നില്ലല്ലോ. അവർക്ക് കൃഷി ചെയ്യുക, അന്നം കഴിക്കുക, ജീവിക്കുക, അതിലപ്പുറത്തേക്ക് കൂടുതൽ ആർഭാടങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല ആ കാലഘട്ടത്തിലത്തെയാണ് കാര്യം പറയണത്. അപ്പോൾ ഈ കർഷകർക്ക് ആരെയും ആശ്രയിക്കാതെ സ്വന്തം കൈകളെ കൊണ്ട് അധ്വാനിച്ച് ഉണ്ണാൻ പറ്റും, ഒന്നും ആരോടും യാചിക്കേണ്ടതായി വരുന്നില്ല എന്നാണ്. ഇന്നത്തെ പോലെ ഈ ടെലിഫോണ്, മൊബൈൽ ഫോണ് അത്തരം സംഭവങ്ങൾക്ക് വേണ്ടി പൈസയൊന്നും ഇന്നത്തെ മോഡേൺ സ്റ്റൈൽ ജീവിതമൊന്നും അല്ലല്ലോ അന്ന്. അപ്പോൾ അവർക്ക് വേറൊന്നും ആരോടും അവരുടെ ആവശ്യങ്ങളൊക്കെ വളരെ പരിമിതമായിരുന്നു അന്നത്തെ കാലത്ത്. അപ്പോൾ അവർക്ക് ഈ കർഷകർക്ക് ആരോടും ഒന്നും ആശ്രയിച്ച് പോവേണ്ടതായിട്ട് വരാറില്ല. അവരുടെ കയ്യിലുള്ളതാണെന്ന് വെച്ചാൽ അവർ ദാനം ചെയ്യാനും തയ്യാറായിരുന്നു. അങ്ങനത്തെ ഒരു കാലഘട്ടമായിരുന്നു തിരുവള്ളുവരുടെ കാലഘട്ടം. അതാണ് പറയുന്നത്. അപ്പോൾ 5 കുറിലുകൾ കഴിഞ്ഞു. നാളെ നമുക്ക് 6ാമത്തെ തൊട്ട് നോക്കാം. നന്ദി.